വന്നത് മാനുവലിനോടുള്ള കണക്ക് തീർക്കാൻ വേണ്ടി മാത്രം. ഈ വീട്ടിൽ കയറി വരാനുള്ള ഒരു മാർഗം തേടുമ്പോഴായിരുന്നു റോണി എന്നോട് ഇങ്ങോട്ട് വരാൻ ആവശ്യപ്പെട്ടത്. റോണിയോട് എനിക്കൊരു സ്നേഹവും തോന്നിയിട്ടില്ല. മാനുവൽ എന്ന ദുഷ്ടനെയും റോണിയെയും തമ്മിൽ തെറ്റിക്കാൻ ഞാൻ വെറുതെ റോണിയോട് സ്നേഹം അഭിനയിക്കുക. ഈ വീട്ടിൽ വന്ന എന്റെ ലക്ഷ്യം സാധിക്കുമെന്ന് ഞാൻ മനസ്സിലാക്കി. എങ്ങനെയും ഇവിടെ കയറി പറ്റിക്കുന്നതായി പിന്നീട് എന്റെ ഉദ്ദേശം. ആ ശ്രമം വിജയിച്ചു. ഇനി എന്റെ ലക്ഷ്യത്തിലേക്ക് എത്താൻ ബുദ്ധിമുട്ടുണ്ടാവുകയില്ലെന്ന് എനിക്കറിയാം. ആന്റിയുടെയും എന്റെയും ശത്രുവാ മാനുവൽ. അയാളുടെ അവസാനം ഈ വീട്ടിൽ വെച്ച് തന്നെ നടക്കും. ആന്റിക്കത് കാണാം. ആന്റി സമാധാനത്തോടെ ഇരിക്കെ. ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മതി എല്ലാം ഞാൻ ഉദ്ദേശിച്ചെടുത്തെത്താൻ. അത് കഴിഞ്ഞ് ആന്റി എവിടുന്ന് ഞാൻ രക്ഷിക്കും. എന്താ ഡാഡി? ഞാൻ ആരാണെന്നോ? ഡാഡി എന്താ ഇങ്ങനെ ചോദിക്കുന്നേ? നീ ഇങ്ങോട്ട് വന്നതിന്റെ പിന്നിലെ രഹസ്യം എന്താണെന്ന് എനിക്കറിയാം. രഹസ്യോ? എന്ത് രഹസ്യം? ഡാഡി ചോദിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്നെ വിഡ്ഢിയാക്കാമെന്ന് നീ കരുതണ്ട. എന്നെ റോണിയും തമ്മിൽ തെറ്റിക്കാൻ വേണ്ടിയാ നീ ഇവിടേക്ക് വന്നതെന്ന് ആനിയോട് പറയുന്നത് ഞാൻ കേട്ടു. ഇത്രേ ഉള്ളോ? ഞാൻ കരുതി ഡാഡി വേറെന്തോ വലിയ കാര്യമോ പറയുന്നത്. ഞാൻ എന്നോട് വെറുതെ ഒരു കള്ളം പറഞ്ഞതല്ലേ. വേണ്ട, ഇനി ഒരു നാടകവും നീ നടത്തണ്ട. നിന്റെ വരവിനെ ഇതിനു മുമ്പ് ഞാൻ സംശയിച്ചിട്ടുണ്ട്. എന്തോ ഒരു കള്ളത്തരം നീ ഒളിപ്പിച്ചിട്ടുണ്ടെന്നും എനിക്ക് തോന്നിയതാ. ഡാഡി, ഒരു കള്ളത്തരമില്ല. ആനിയമ്മയൊന്ന് സമാധാനിപ്പിച്ച് നിർത്തുക, അത്രമാത്രം ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. ആനിയമ്മയ്ക്ക് ഇപ്പൊ സമാധാനമായിട്ടുണ്ട്. ഞാൻ അവരുടെ ഭാഗത്താണെന്ന പാവത്തിന്റെ വിശ്വാസം. നിന്നെ ഞാൻ വിടില്ല. നിന്റെ ഉദ്ദേശം എന്റെ അവസാനമാണെന്ന് ആനിയോട് പറയുന്നത് ഞാൻ കേട്ടു. ഇതിൽ കൂടുതൽ ഒരു തെളിവും എനിക്ക് ആവശ്യമില്ല. അതെ, ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ അന്ത്യം കുറിക്കാനാ. ഈ വീട്ടിൽ വെച്ച് തന്നെ ഞാനത് സാധിക്കുകയും ചെയ്യും. വേണ്ട, ഒരുപാട് വർഷമായി ഞാൻ കാത്തിരുന്ന സന്ദർഭമായത്. നിങ്ങളുടെ മുഖത്ത് നോക്കി നിങ്ങളുടെ ജീവൻ ഞാൻ എടുക്കുമെന്ന് പറയുന്ന ഈ മുഹൂർത്തം. നീ എന്നെ ഒന്നും ചെയ്യില്ല. അതിനുള്ള കഴിവ് നിനക്കുണ്ടോ? ഇത്രയും വർഷത്തെ എന്റെ കാത്തിരിപ്പിന്റെ ശക്തി ഒന്നും മാത്രം മതി നിങ്ങളുടെ ആയുസ്സെടുക്കാൻ. പക്ഷെ ഞാനത് ചെയ്യില്ല. നിങ്ങൾക്കെതിരെ നിൽക്കാൻ പോകുന്നത് നിങ്ങളുടെ മകനായി നിങ്ങൾ കൊണ്ടു നടക്കുന്ന റോണിയായിരിക്കും. എന്റെ മോനവൻ. ഞാൻ പറയുന്നവൻ മനസ്സിലാക്കും. നിന്നെ ഈ വീട്ടിൽ നിന്ന് അവൻ പുറത്താക്കും. നമുക്ക് കാണാം. എന്ത് കാണാനാടി? റോണി ഇങ്ങോട്ട് വരാത്ത താമസം. അതുവരെ ഉള്ളു നിനക്ക് ഈ വീട്ടിൽ സ്ഥാനം. അവൻ വരുന്നു. എന്നെ അവനെയും തമ്മിൽ തെറ്റിക്കാൻ നോക്കുന്ന ഒരു ബ്ലഡി ചീറ്റാണ് നീ എന്ന് അവനോട് പറയും. നിന്റെ ഈ ചിരിക്ക് അവന് ഒരു വിലയും തരികയില്ല. Yeah.